ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എന്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ SSF ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ സുന്ദരമായ വേദി നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണ് കാത് ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാന്റെ കഥയാണിത്. എന്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി. അതാ കഅബയുടെ പരിസരത്ത് ഒരാൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾ വെറും 38 പേര് മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കലി മൂത്ത ശത്രുക്കളിലെ ഋതുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആടിച്ചരച്ച ചെരുപ്പെടുത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചു പോയി എന്ന് കരുതി. ഉറ്റവർ തങ്ങളോരെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേ ഇല്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബ് എവിടെ? എന്റെ ഹബീബിന് എന്ത് പറ്റി? ബജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷെ മകൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതരായിട്ടുണ്ടെന്ന് വിവരം കിട്ടിയതോടെ അവർ തങ്ങളോരെ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാര നിർഭരമായി വാരി പുണർന്നു. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾക്ക് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് ഇത് പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരി, ഇസ്ലാമിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതിച്ചേർക്കാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിന്റെയും മെഹബൂബിന്റെയും ആ ജീവിതം എന്ത് സുന്ദരമായിരുന്നു. എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അവരെ പോലെ നമ്മുടെ ഹബീബിനെ പ്രേമക്കാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവം